സ്ക്രിപ്റ്റ് നോക്കിയില്ലേ? ചെറിയ കറക്ഷൻ ഉണ്ട്. ഓക്കെ. എന്തോന്നാടാ പരട്ട സാഹിത്യം? പിടിച്ചു നിൽക്കണ്ട ഏട്ടാ. താങ്ക് യു. അപ്പൊ തുടങ്ങിയാലോ? നോക്കാം. റെഡി? ഓക്കെ അല്ലേ? റോൾ ക്യാമറ റോളിംഗ്. വിധി, അതെ, വിധിയാണെല്ലാം. നിങ്ങളും ഞാനുമെല്ലാം വിധിയുടെ കൈപ്പാവകൾ. നാം നാളെ കയ്യിൽ കെട്ടാൻ പോകുന്ന വാച്ച് ഇന്നലെ തന്നെ തയ്യാറായി കഴിഞ്ഞു. നാം കെട്ടാൻ പോകുന്ന പെൺകുട്ടി 20 കൊല്ലം മുമ്പ് ജനിച്ചു കഴിഞ്ഞു. അവളുടെ കഴുത്തിൽ നാം കെട്ടാൻ പോകുന്ന മിന്ന് മലബാർ ഗോൾഡിൽ തയ്യാറായി കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ. ഓക്കെ ടിവിക്കായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. ഒന്ന് സഹകരിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. 10,000 രൂപയുടെ ഗിഫ്റ്റ് വാച്ച് മലബാർ ഗോൾഡിന്റെ വക. 5 ചോദ്യങ്ങൾ. അവസാനത്തെ ചോദ്യത്തിന് മാത്രം മലബാർ ഗോൾഡ് എന്ന് പറയണം അല്ലേ? അതെ. അതാ പിന്നെ കുട്ടി ദാ ഇവിടെ നോക്കൂ. കാഷ്വൽ ആയിരിക്കണേ. വെറുതെ പോണ വഴിക്ക് പറയുന്ന മാതിരി. കുട്ടി ഇവിടെ നോക്ക്. താടി ഒന്ന് പൊക്കി. അല്പം ലെഫ്റ്റിലേക്ക്. നാച്ചുറൽ ആയിട്ട് പറയണം കേട്ടോ. മധുരം മതി മതി. അപ്പൊ നമുക്ക് തുടങ്ങാം. റോളിംഗ്. ഓക്കെ. ഏത് നിറ ഇഷ്ടം? മഞ്ഞയിൽ ചുവന്ന പുള്ളിയിട്ട ബോർഡറിൽ ഗോൾഡൻ ലൈൻ ഉള്ളത്. എങ്ങനെ? പച്ചയാണെങ്കിൽ നീല വരെ ഉണ്ടാവണം. ഓ ശരി. ഏത് നടനെയാ ഇഷ്ടം? മമ്മൂക്കയും ലാലേട്ടനെയും. കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ലാലേട്ടനെയാണ് ഇഷ്ടം. അല്ല, ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണെങ്കിൽ ദിലീപിനെയാ ഇഷ്ടം. ഓ, അപ്പൊ ഇഷ്ടം ദിലീപാണല്ലേ? അയ്യോ, പേഴ്സണലി എനിക്ക് ഫഹദ് ഫാസിലിന്റെ അഭിനയമാണ് ഇഷ്ടം. എന്തുവാടേ? അത് സാരമില്ല, എഡിറ്റ് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം. ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ്? VS അച്യുതാനന്ദൻ. അതെന്താ VS അച്യുതാനന്ദൻ ഇഷ്ടപ്പെടാൻ കാരണം? കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവല്ലേ? ആണല്ലോ. ഓക്കെ. നാലാമത്തെ ചോദ്യം. ഭാവനയിലെ നായകൻ എങ്ങനെയായിരിക്കണമെന്നാണ് എനി ഐഡിയാസ്? ഭാവനയുടെ നായകൻ എങ്ങനെയായിരിക്കണമെന്ന് ഭാവനയോട് തന്നെ ചോദിക്കണം. അതല്ല ചോദിച്ചത്. കുട്ടിയുടെ ഭാവനയിലെ നായകൻ എങ്ങനെയായിരിക്കണമെന്നാണ്. ഓ, പുള്ളിക്കാരെ രൺബീർ കപൂറിനെ പോലെ സ്റ്റൈൽ ആൻഡ് സുന്ദരനായിരിക്കണം. വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. നല്ല വിദ്യാഭ്യാസം, നല്ല ഉദ്യോഗം. അതായത് ഗജനിയിലെ അമീർ ഖാനെ പോലെ മൾട്ടി മില്യണയർ ബിസിനസ്മാൻ ആയിരിക്കണം. പിന്നെ നമ്മുടെ മമ്മൂക്കെ പോലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഫ്രീക്ക് ആയിരിക്കണം. ഹലോ, കേക്കുന്നില്ലേ? ടേപ്പ് പൊട്ടിച്ചല്ലോ. ഇവിടെന്താ റേഞ്ച് ഇല്ലേ? റേഞ്ചിന്റെ അല്ല, ഇതിന്റെയാ. ഇതെന്താ സെല്ലോ ഫോണോ? 300 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാ. 3 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. ഇതിന്റെ സൗണ്ട് കൊള്ളാമോ? നമ്മൾ അങ്ങോട്ട് പറയുന്നത് നന്നായിട്ട് കേൾക്കും. അപ്പൊ ഇങ്ങോട്ട് പറയുന്നതോ? അത് കുറവാ. SMS അയക്കാം. പക്ഷെ അതെനിക്കറിയില്ല. പിന്നെ ഡയലിംഗ് മോശമാണ്. ശരി. അപ്പോഴേ ഈ സാധനങ്ങളൊക്കെ അങ്ങ് പെട്ടെന്ന് എത്തിച്ചേക്കണം. ഓ, എത്തിച്ചേക്കാം.